ശ്രോതാക്കളായ പല ആളുകളുടെയും മാതാപിതാക്കളും ബന്ധുക്കളുമൊക്കെ മരണപ്പെട്ടു പോവുകയും പലരും ദുആ ചെയ്യാൻ പറയുകയും ചെയ്തവരൊക്കെയുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. പാരത്രിക ജീവിതം അല്ലാഹു അവർക്കൊക്കെ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെയും ശാരീരിക മാനസിക വിഷമങ്ങളെ അല്ലാഹു തആല അകറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ പ്രിയപ്പെട്ട മാതാവ് രോഗിയാണ് എന്ന് അറിയാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദിക്ക് പരിപൂർണ ആഫിയത്തും ശിഫയും പ്രദാനം ചെയ്യട്ടെ, ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം നമ്മൾ റബീഉൽ ആഖിർ മാസത്തിലാണ്. റബീഉൽ ആഖിർ മാസം സമാഗതമാകുമ്പോൾ നമുക്ക് പറയാനുള്ളത് ചരിത്രം കണ്ട വലിയ 3 മഹാന്മാരെ കുറിച്ചാണ്. ഒന്ന് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അടുത്ത കാലത്ത് നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയും നമ്മുടെ വഴികാട്ടികളുമായിരുന്ന മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ പാരത്രിക ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. അവരോടൊന്നിച്ച് നാളെ ജന്നാത്തുൻ നഈമിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു വ്യക്തിയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമുക്ക് അനുധാവനം ചെയ്യാൻ സാധിക്കുന്ന വിഷയങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അവരെപ്പോലെ ആകാൻ ശ്രമിക്കുകയും അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സദ്ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലിക്കാനും പരിശീലിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനും ശ്രമിക്കുകയും ചെയ്യണം. ആത്മീയ ലോകത്തെ സുൽത്താൻ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ഒരു മഹാൻ, അദ്ദേഹം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ചെയ്ത സംഭാവന ചെറുതൊന്നുമല്ല. ബഗ്ദാദിൽ തന്റെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് ആയിരക്കണക്കായ ആളുകളോട് അദ്ദേഹം വഅ്ള് പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ വഅ്ള് കേട്ടിട്ട് ആളുകൾ മുഴുവനും ഇസ്ലാമിലേക്ക് ഒഴുകുന്നു. പാപ്പികളായ ആളുകൾ പശ്ചാത്തപിക്കുന്നു, തൗബ ചെയ്യുന്നു. ആ സ്പോട്ടിൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അവർ ബൈഅത്ത് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവർ തൗബ ചെയ്യുന്നു. അവർ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ ആത്മീയ തേജസ്വികളായി മാറുന്നു. മഹാന്മാരായ ആളുകളുടെ സാമീപ്യം മൂലം ലഭിക്കുന്ന ഗുണമാണത്. നമ്മൾ പിന്തുടരുകയും നമ്മൾ പിൻപറ്റുകയും ചെയ്യുന്ന, നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ സംസ്കാരവും നമ്മിലേക്കും മാറ്റപ്പെടുന്നു. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാരെ സ്നേഹിക്കുകയും അവരുടെ ചരിത്രം പഠിക്കുകയും അവരുടെ ജീവിതത്തിലെ വിശുദ്ധിയും അവരുടെ ജീവിതത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും തത്വങ്ങളെയും കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, അവരുടെ വഴിയെ ജീവിക്കുക.
അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകൾ അവരുടെ മഹത്വം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതൊക്കെ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളിൽ അള്ളാഹുമായി അടുത്ത ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്ന വലിയ നിഅമത്തുകളും അള്ളാഹുവിനോടുള്ള സാമീപ്യം വഴി മനുഷ്യർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന, നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള അത്രയും ഉന്നതമായ ദറജകളും പദവികളും സാധാരണ ഒരു മനുഷ്യനെ അപേക്ഷിച്ച് അള്ളാഹുവിന്റെ ആദരവിന് പാത്രീഭവിച്ച ഒരു മനുഷ്യനിൽ നിന്നുണ്ടാവുന്ന അത്ഭുതകരമായ പല സംഗതികളും, അതോടൊപ്പം തന്നെ അള്ളാഹു ആദരിച്ച ഒരു മഹാനെ സ്നേഹിക്കുകയും ആ മഹാന്റെ സദസ്സിലിരിക്കുകയും ാദുകൾ കൊടുക്കുകയും ചെയ്താൽ, അദ്ദേഹം പറയുന്നതിലേക്ക് ശ്രദ്ധിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന ആത്മീയമായ വളർച്ചയും ഉന്നതിയും, ഇതൊക്കെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് ഒരു മഹാനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ അത് വലിയ നിഅമത്ത് തന്നെയാണ്. ആ നിഅമത്ത് നമ്മൾ എടുത്തു പറയും വേണം. അള്ളാഹു ചെയ്തത് വലിയ നിഅമത്ത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ തന്നെയാണ് അതിന് നമ്മുടെ മുമ്പിലുള്ള മാർഗദർശി. മഹാന്മാരായ ആളുകളെ കുറിച്ച് പഠിപ്പിക്കുകയും അവരുടെ ചരിത്രം അവലോകനം ചെയ്യുകയും അവരെ അനുസ്മരിക്കുകയും അവരുടെ മഹത്വങ്ങളും അവരുടെ ജീവിതത്തിലെ അത്ഭുതകരമായ സംഗതികളും പിന്തുടരപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പിൽക്കാലക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും എഴുതി കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത്, ആ ഒരു സംവിധാനത്തിൽ നമ്മുടെ മാർഗദർശി വിശുദ്ധ ഖുർആനാണ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ലോകം അറിഞ്ഞത് വിശുദ്ധ ഖുർആനിലൂടെയാണ്. ഗുഹാവാസികളായ ആ ചെറുപ്പക്കാരെക്കുറിച്ച് പിൽക്കാലത്ത് ലോകം അറിയുന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾക്ക് വഹിയായി റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള നിർദ്ദേശവുമായി വന്ന് ആ ചെറുപ്പക്കാരായ സ്വാലിഹീങ്ങളായ ആ മഹാന്മാരുടെ, ആ ആത്മീയ പുരുഷന്മാരുടെ മഹത്വവും അവരുടെ വലുപ്പവും അവരുടെ ജീവിതവും അവരുടെ ചരിത്രവും അവരുടെ പ്രത്യേകതകളും അവരുടെ ധർമ്മവും അതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അങ്ങനെ അസ്ഹാബുൽ കഹ്ഫിനെ നമ്മൾ അറിഞ്ഞു. അപ്പോൾ മഹാന്മാരായ ആളുകളെക്കുറിച്ച് പിൽക്കാലക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരുടെ ചരിത്രത്തെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയും അവരുടെ അത്ഭുതകരമായ ജീവിത ചുറ്റുപാടുകളെക്കുറിച്ചും അവരുടെ കറാമത്തുകളെക്കുറിച്ചും ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതുവഴി അവർ നിലയുറപ്പിച്ച ദീനിന്റെ കരുത്തും ദീനിന്റെ സത്യസന്ധതയും അവർ വിശ്വസിച്ച റബ്ബിന്റെ തുല്യതയില്ലാത്ത കഴിവും ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് വിശുദ്ധ ഖുർആനാണ് നമ്മുടെ മാതൃക. അതിന്റെ ഭാഗമായിട്ടാണ് റബീഉൽ ആഖിർ മാസം പോലുള്ള ഇതുപോലുള്ള മാസങ്ങളിൽ നമുക്ക് അനുസ്മരിക്കാൻ സാധിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. കഴിഞ്ഞുപോയ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ധാരാളം മഹത്തുക്കളുണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അറിയുകയും കൂടുതൽ നമ്മൾ പറയുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് നമ്മൾ കൂടുതൽ വാചാലരാകുന്നു. അവരെക്കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ എന്നാരും പറഞ്ഞില്ല. അവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നു, അതുകൊണ്ട് അവരെക്കുറിച്ച് കൂടുതൽ പറയുന്നു. കുറച്ചറിയുന്ന ആളുകളെക്കുറിച്ച് കുറച്ച് പറയുന്നു. ചില ആളുകളെക്കുറിച്ച് തീരെ അറിയില്ല, അവരെക്കുറിച്ച് പറയാനും കഴിയില്ല. എന്നാൽ മറ്റു ചില ആളുകളെക്കുറിച്ച് കൂടുതൽ അറിയാം, പക്ഷേ ഗുണമായി പറയാൻ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് മൗനം പാലിക്കുന്നു. ഇതൊക്കെയാണ് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ജീവിതം വളരെ ത്യാഗ സമ്പൂർണമായ, അധ്വാനിച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഭൗതികമായ എല്ലാ ജാടകളോടും ആ ഭൗതികമായ സുഖങ്ങളോടുമൊക്കെ ത്യജിച്ചുകൊണ്ട് അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആത്മീയതയുടെ സത്ത തേടി ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യനാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിലേക്കുള്ള ചേർത്തിയിട്ടാണ് ഇന്ന് ഖാദിരിയ ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു ത്വരീഖത്ത് തന്നെ നിലനിൽക്കുന്നത്. മഹാനവറുകളുടെ ശിഷ്യന്മാരും
അവരുടെ ശിഷ്യന്മാരും, അങ്ങനെ ആ ശിഷ്യ പരമ്പരക്കാണ് ഇന്ന് ഖാദിരിയ ത്വരീഖത്ത് എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരുപാട് മഹാന്മാരായ മഹത്തുക്കൾ ആ ത്വരീഖത്തിന്റെ വഴിയിൽ നമുക്ക് മാർഗദർശികളായി നമ്മുടെ മുമ്പേ കഴിഞ്ഞുപോയി, ഇപ്പോഴും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വഴി, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നും അദ്ദേഹത്തിന്റെ അധികാരികളും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും അദ്ദേഹത്തിന്റെ വഴിയും സ്വീകരിച്ചു വന്ന ആളുകൾ, അതാവട്ടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട വഴിയും അടിസ്ഥാനപരമായി എല്ലാം പരിശുദ്ധമായ ദീന്, ശരീഅത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ത്വരീഖത്ത്, അടിസ്ഥാനപരമായി എല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോ വഴിയിലും ജീവിച്ചവരിൽ പ്രമുഖനായ വ്യക്തി ആരാണോ ആ വ്യക്തിയെ കൊള്ള ചേർത്തി പേരുകൾ മാറ്റപ്പെടുക എന്നത് അതൊരു സ്വാഭാവികമായ ഒരു നീക്കം മാത്രമാണ്. അത് അങ്ങനെ അല്ലാഹു തആല ചില ആളുകളുടെ നാമങ്ങൾ ഉയർത്താൻ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ചില ആളുകളുടെ നാമങ്ങൾ എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് അല്ലാഹു തആല ആഗ്രഹിക്കുന്നു. അവരുടെ നാമങ്ങൾ നിലനിൽക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഇലാഹിയായ ചില ക്രയവിക്രയങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റബീഉൽ ആഖിർ മാസത്തിൽ ലോകം കറുത്തിരുണ്ടുപോയ, പ്രത്യേകിച്ച് കേരളക്കരയിൽ മേഘാവൃതമായി കേരളത്തിന്റെ ആ അന്തരീക്ഷം തന്നെ, പ്രകൃതി തന്നെ ശോകമൂകമായ രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം. പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനു വേണ്ടിയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തി, ആളുകളോട് വഅദ് പറഞ്ഞു കൊടുക്കുന്ന മാത്രം ഒരു മനുഷ്യനല്ല, മറിച്ച് ആളുകളോട് പറയുന്നതിനേക്കാൾ തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മഹാൻ, ആളുകളോട് പറയൽ കുറയ്ക്കുകയും തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൽ വർദ്ധിപ്പിക്കുകയും ചെയ്ത മഹാൻ, അതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. 93 വയസ്സുവരെ അദ്ദേഹം കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകി. 93 വയസ്സ്. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അദ്ദേഹവുമായി ആത്മീയമായും ഭൗതികമായും എല്ലാ നിലക്കും വല്ലാത്തൊരു ബന്ധം, സമസ്തയും തമ്മിൽ വല്ലാത്തൊരു അതുകൊണ്ട് ചില ആളുകൾ അവരുടെ വഫാത്തിന് ശേഷം അവരുടെ മഹത്വവും അവരുടെ വലുപ്പവും തങ്ങളുടെ അക്കൗണ്ടിലേക്ക് വ്യാജമായി കടത്തിക്കൂട്ടുവാനുള്ള ചില കുൽസിത ശ്രമങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഖേദകരം എന്ന് ഞാൻ പറയുന്നില്ല, ദൗർഭാഗ്യകരം എന്നും ഞാൻ പറയുന്നു. അത് ശുഭലക്ഷണമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു അംഗീകരിക്കുകയും തങ്ങളുടെ സ്വന്തം പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇല്ലാതെയാവുന്നു എന്നത് ഇവർ മറന്നു പോവാണ്. ഏതൊരു വ്യക്തിയെ ഭത്സിക്കാനും ഏതൊരു വ്യക്തിയെ താറടിക്കാനും വേണ്ടിയിട്ടാണോ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്, ആ പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവർക്കെതിരിൽ സിന്ദാബാദ് വിളിച്ച ആളുകൾ, അവരെ കോടതി കയറ്റിയ ആളുകൾ, അവരെ തെറി പറഞ്ഞ ആളുകൾ, അവരെ ആക്ഷേപിച്ചുകൊണ്ട് കവലകളിൽ പ്രഭാഷണങ്ങളും വേദികളും സംഘടിപ്പിച്ച ആളുകൾ, അതിലൊക്കെ അപ്പുറം ഇസ്ലാമിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന മഹനീയമായ ഒരു സ്ഥാനമാണ് ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം, ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം, ഇല്ലേ, ഉസ്താദും തിൽമീദും തമ്മിലുള്ള ബന്ധം ഇസ്ലാമിൽ വലിയ വില കൽപ്പിക്കപ്പെടുന്ന ഒരു ബന്ധമാണത്. ഉസ്താദിന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ, എനിക്ക് ആരെങ്കിലും ഇൽമ പഠിപ്പിച്ചു തന്നാൽ, എനിക്ക് ഇൽമ പഠിപ്പിച്ചു തരുന്നവന്റെ അബ്ദാണ് ഞാൻ, അടിമയാണ് ഞാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇൽമിന്റെ പട്ടണമാണ്, ഇൽമിന്റെ പട്ടണത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശന കവാടമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ പഠിപ്പിച്ചത്.
ആ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, എനിക്കൊരാൾ ഇൽമ പഠിപ്പിച്ചു തന്നാൽ, ഒരു ഹറഫ് പഠിപ്പിച്ചാൽ ഞാൻ അയാളുടെ അടിമയാണ്. അയാൾക്ക് വേണമെങ്കിൽ എന്നെ വിൽക്കാം, വേണമെങ്കിൽ അയാൾക്ക് എന്നെ ഇത്തക്കു ചെല്ലാം, വേണമെങ്കിൽ അയാൾക്ക് എന്നെ കച്ചവടം ചെയ്യാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അതായത് വിദ്യ അറിയിച്ചു തരുന്ന, ഇൽമു പറഞ്ഞു തരുന്ന ഒരു ഉസ്താദിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചു എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അത് ശിർക്കാണെന്നൊന്നും പറഞ്ഞു വരണ്ട. അബ്ദ് എന്നൊക്കെ കാണുമ്പോഴേക്ക് ശിർക്കാണെന്നും പറഞ്ഞ് തലയിൽ കൈയ്യട്ടി നിറവിളിക്കാൻ നിൽക്കണ്ട. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഓതാൻ നടക്കണ്ട. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അല്ല, വിശുദ്ധ ഖുർആനിന്റെ ഓരോ ഹർഫുകളെ കുറിച്ചും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയ ആളാണ് അലി റളിയല്ലാഹു അൻഹു. ആ അലി റളിയല്ലാഹു അൻഹുവിന് അറിയാത്തൊരു ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ജിബ്രീൽ പുതിയത് കൊടുത്തിട്ടൊന്നുമില്ല. ഞാനും എന്റെ അബ്ദാണെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുകൊണ്ട് ആ അബ്ദ് എന്ന് പറഞ്ഞില്ലേ അല്ലേ, അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന് പറഞ്ഞിട്ട് മൗലൂദിൽ നമ്മൾ ഓതുമ്പോഴേ അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന് പറയുമ്പോൾ കണ്ടോ, അബ്ദുക്കാൻ അല്ലേ പറഞ്ഞത്, നബി അങ്ങയുടെ അടിമാൻ അല്ലേ പറഞ്ഞത്, അടിമാൻ പറഞ്ഞുകൊണ്ട് അബ്ദ് എന്ന് പറഞ്ഞുകൊണ്ട് അവന് ശിർക്കായി, മുശ്രിക്കായി. നബി അങ്ങയുടെ അടിമാൻ എന്ന പറയലോട് കൂടെ റസൂലുള്ളാഹിനെ റബ്ബാക്കിയില്ലേ എന്നിട്ടുണ്ട് കരയാൻ തുടങ്ങും. കള്ളക്കരച്ചിൽ. അലി റളിയല്ലാഹു അൻഹു അതേ അബ്ദ് തന്നെ ഇവിടെയും പ്രയോഗിച്ചത്. ആരുടെ അബ്ദ്? റസൂലുള്ളാഹിന്റെ അബ്ദാണെന്നല്ല. എനിക്ക് ആരെങ്കിലും ഒരു ഹർഫ് ഇൽമു പഠിപ്പിച്ചു തന്നാൽ ഞാൻ അവന്റെ അബ്ദാണ്, ഞാൻ അവന്റെ അടിമയാണ്. നഹ്വ് എന്ന് പറയുന്ന അറബി ഗ്രാമറിന്റെ ഉപജ്ഞാതാവാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അറബി വ്യാകരണ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതൊക്കെ ഒഴിവാക്കേണ്ടതാന്ന് പറയണോല് നഹ്വ് പഠനമൊക്കെ ഒഴിവാക്കിക്കളി. അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായതല്ല, അത് അലി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയതാ. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതൊക്കെ വിദ്അത്തായതുകൊണ്ടൊക്കെ ഹറാമാണെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരോടെ മൂക്ര പൊട്ടിച്ചീനിയല്ലോ. പറയുമ്പോ ഒക്കെ പറയാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തതായതുകൊണ്ട് വിദ്അത്തായതുകൊണ്ട് ഹറാമാണ്. പുതിയ മസാലയിട്ട് കുറച്ച് ആൾക്കാർ വന്നിരുന്നല്ലോ. നഹ്വ് കണ്ട് ഒഴിവാക്കിക്കളി. നഹ്വ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്നല്ല, ഉണ്ടാക്കിയതല്ല. നഹ്വ് റസൂൽ ഉണ്ടാക്കിയതല്ല, പിന്നെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായതുമല്ല. അടിസ്ഥാനപരമായി നഹ്വിന്റെ ഒക്കെ തുടക്കം റസൂലുള്ള തന്നെയാണ്. അത് ഉറപ്പന്നെയല്ലേ, എല്ലാ ഇൽമിന്റെയും ഉറവിടം അവിടുന്ന് തന്നെയാണ്. പക്ഷെ നഹ്വ് അറബി വ്യാകരണ ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ്, അതിന്റെ തുടക്കക്കാരൻ, അതിന്റെ നിർമ്മാതാവ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. നിങ്ങളൊന്ന് ഒഴിവാക്കി, നിങ്ങൾ അഫ്ളലുൽ അമീൻ നഹ്വുൽ വാദിയൊക്കെ നിർത്തി ഒഴിവാക്കി, എന്നിട്ട് മതി മൗലൂദിന്റെ ഏടൊക്കെ ഒഴിവാക്കി. മനസ്സിലായോ? അപ്പോ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ വലിപ്പമാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രയോഗത്തിന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഇത്രയും ആഴത്തിലുള്ള വലിയ ഒരു ബന്ധമാണ് ഗുരുവും ശിഷ്യനും തമ്മിൽ. ആ ബന്ധത്തെ പോലും ഒഴിവാക്കി വലിച്ചെറിഞ്ഞുകൊണ്ട്, ആ ബന്ധത്തെ പോലും വിള്ളലുണ്ടാക്കിക്കൊണ്ട്, അതിന്റെ ഗൗരവവും അതിന്റെ ഗാംഭീര്യവും പോലും പരിഗണിക്കാതെ മഹാന്മാരായ ഉസ്താദുമാർക്കെതിരിൽ ആക്രോശം നടത്തിയവർ, പേനയുന്തിയവർ, സ്റ്റേജ് കെട്ടിയവർ, പ്രകടനം മുഷ്ടി ചുരുട്ടി പ്രകടനം വിളിച്ചവർ, കല്ലെറിഞ്ഞവർ, കൂക്കി വിളിച്ചവർ, ഈ മഹാന്മാരായ ഉസ്താദുമാർ മരണപ്പെട്ട ശേഷം പറയുന്നു, എന്തെങ്കിലും ഒരു ബഹുമതി പറയുകയാണെങ്കിൽ അവരെ കൊള്ള ചേർത്തി പറയുന്നു, എന്തെങ്കിലും ഒരു ശ്രേഷ്ഠത തങ്ങളുടെ നേതാക്കന്മാർക്ക് ഉണ്ടാക്കണമെങ്കിൽ വരെ ഇവരെ കൂട്ടി പറയണം. അങ്ങനെ ചില കറാമത്തുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. തുടക്കത്തിലെ ചീറ്റി, വെള്ളം നനഞ്ഞ പടക്കം പോലെയായി. പിന്നെ പൊട്ടിച്ചോനും കാണാനില്ല, തീ കത്തിച്ചോനും കാണാനില്ല, ഒന്നും ആരും ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ ഈ പുതിയ പുതിയ കറാമത്തുകൾ ഉണ്ടാക്കുന്നു. ഈ പുതിയ കറാമത്തുകൾ, നിർമ്മിക്കപ്പെടുന്ന കറാമത്തുകൾക്കൊക്കെ പാറ്റയുടെ ആയുസ്സാണ്. ഫേസ്ബുക്കിലും മറ്റുമൊക്കെ കറാമത്തിന്റെ മാലപ്പടക്കവുമായി ചില ആളുകൾ ഇങ്ങനെ വരും. സുബ്ഹാനല്ലാഹ്, കറാമത്തോടു കൂടെ ഫേസ്ബുക്ക് ആകെ തകർന്നു പോകുന്നതിനെ കരുതും വരവ് ഇങ്ങനെ കാണുമ്പോ. അത് പാറ്റ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഉമ്മ പറയും, ആ ലൈറ്റ് ഓഫാക്ക്, ഈ വിളക്കൂത്. അവിടെ ആരെങ്കിലും അറിയാതൊന്ന് ലൈറ്റ് ഇട്ട് ആ ലൈറ്റ് ഓഫാക്കാൻ എന്നോട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പാന്റെ ഭാഗം മണ്ടക്കൊന്ന് കിട്ടും ചെയ്യും. കാരണം അത്രയും ഭയപ്പെടുകയാണ്. ഈ പാറ്റ കൊണ്ട് പെരുകിയിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവും.
സുബ്ഹാനല്ലാഹ്, വീട്ടിലിഞ്ഞ ഒരാഴ്ചക്ക് ഉറങ്ങാനും കഴിയില്ല, ഉണ്ണാനും കഴിയില്ല, സ്വീപ്പായി പാറ്റകളെ വരവുകൊണ്ട് നമ്മൾ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടിരുന്നൊക്കെയാണ് തോന്നും. നമ്മളങ്ങനെ ഒന്ന് ബാത്റൂമിലൊക്കെ പോയി ഒന്ന് അങ്ങനെ അങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ വരുമ്പോ ഈ പാറ്റൊരു അഡ്രസ് ഉണ്ടാവില്ല, കുറച്ച് ജറകാണ് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കണേ. എന്ന പോലെയാണ് ഫേസ്ബുക്കിൽ ചില കറാമത്തുകളുടെ കടന്നുകയറ്റം. കറാമത്ത് ഇങ്ങനെ ഒന്നായിട്ട് വരുമ്പോ ഫേസ്ബുക്ക് അടക്കം അടിച്ചു പോകും തോന്നും. അങ്ങനെ ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ കാണാൻ കുറച്ച് ജറകുകൾ അവിടെ ഇവിടെ, പഴയ പോസ്റ്റുകൾ, വെട്ടിത്തിരുത്തിയ പോസ്റ്റുകളും കുറെ കമന്റുകളൊക്കെ ഒഴിഞ്ഞു പോയ പാറ്റയുടെ ജറക് കിടക്കണോ ഇങ്ങനെ കിടക്കണാണ്. ആരും കാണാനുമില്ല, നോക്കാനുമില്ല, തൊടാനുമില്ല, കറാമത്ത് പറഞ്ഞോനുമില്ല, കൊണ്ടുവന്നോനുമില്ല. ഈ കോലത്തിൽ കുറെ കറാമത്ത് വരും. അങ്ങനെ കറാമത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ സ്വന്തം കറാമത്ത് ഉണ്ടാകുന്നില്ല. എന്നിട്ട് ആ കറാമത്തും കണ്ണിയത്ത് ഉസ്താദിന്റെ പിന്നെ കൂട്ടിപ്പറഞ്ഞിട്ട് ഉണ്ടാക്കണം കറാമത്ത്. ശംസുൽ ഉലമയായിട്ട് ചേർത്ത് തുന്നിക്കെട്ടിയിട്ട് വേണം കറാമത്ത് ഉണ്ടാക്കാൻ. അങ്ങനെ ഉണ്ടാക്കണ കറാമത്തിനും നിലനിൽപ്പോട്ടില്ല. എന്തിനതിന്റെയൊക്കെ ആവശ്യം? ഒരാളെ കുറിച്ചൊരു കറാമത്തൊരുക്ക ഉണ്ടാക്കി എഴുതി വിടും ചെയ്തു, എഴുതി വിട്ടു. ഔദ്യോഗികമായി ഉത്തരവാദിത്തപ്പെട്ട ഒരു മാസികയിൽ തന്നെയാണ് എഴുതി വിട്ടത്, വാരികയിൽ. ആ വാരികയിൽ വന്ന കറാമത്ത് പിറ്റത്തെ വാരികയിൽ തിരുത്തി. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ എഴുതിയ കറാമത്ത് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു. നിങ്ങൾ കേട്ടിക്കുന്ന കൂട്ടരെ ഒരു കറാമത്ത് ഉണ്ടായി തിരുത്തല് അല്ല, തമാശ പറയല്ല. പാവപ്പെട്ട നെല്ലിക്കൂത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ, മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച അബദ്ധങ്ങളൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് അഫൂ ചെയ്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. എന്നാണ് കറാമത്ത് എഴുതിയ രൂപ പറയണത്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ ഒരു അപകടം സംഭവിച്ചു, ഒരു മോട്ടോർ സൈക്കിൾ അപകടം. ഒരു ചെറുപ്പക്കാരൻ തെറിച്ചു വന്ന് വീണു. നെല്ലിക്കുത്ത് ഉസ്താദിന്റെ മുന്നിൽ വന്നിട്ടാ വീണത്. സുബ്ഹാനല്ലാഹ്. നെല്ലിക്കുത്ത് ഉസ്താദ് ഇറങ്ങി നോക്കുമ്പോ ഒരാളുണ്ട് വീണിങ്ങനെ, ഉസ്താദെ മാപ്പ്, എന്നോട് പുറത്തു തരണം, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, കുറച്ച് വെള്ളം വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുകയാണ് അത്രേ. അതുവരെ വായിച്ചപ്പോൾ തന്നെ എല്ലാവരും കരഞ്ഞു, പല ആൾക്കാരും കണ്ണ് നിറഞ്ഞു. അപ്പൊ മഹാനായ നെല്ലിക്കുത്ത് ഉസ്താദ് ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞ് എല്ലാം മാപ്പാക്കി കൊടുത്ത് ബഹുമാന്യനായ ഉസ്താദിന്റെ തൃക്കരങ്ങളെ കൊണ്ട് വെള്ളം കുടിച്ചു. ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു, അന്ത്യശ്വാസം വലിച്ചു. സുബ്ഹാനല്ലാഹ്. ഇത്രയും കരുണാ കടാക്ഷം, കാരുണ്യത്തിന്റെ പ്രതീകം, കൃപയുടെ ആൾരൂപം. സുബ്ഹാനല്ലാഹ് അല്ലേ? കൃപയുടെ ആൾരൂപം. തിരക്കടൊന്നുമില്ല. മരണപ്പെട്ടു പോയ ഉദുക്കുറു മഹാസിന മൗത്താക്കും. നിങ്ങളിൽ മരിച്ചുപോയ ആൾക്കാരെ നല്ലത് നിങ്ങൾ പറയാം. നല്ലത് പറയാനുള്ളവരല്ലേ പറയാൻ കഴിയുള്ളൂ. പറയാനില്ലാത്തത് എന്താ ചെയ്യാ? ഒന്നും ഉണ്ടാകുന്നാ മതി. പക്ഷെ മരിച്ചുപോയ ആൾക്കാരെ കുറിച്ച് ഇല്ലാത്ത നന്മകൾ ഉണ്ടാക്കി പറഞ്ഞിട്ട് അവരെ കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ അപ്പുറത്തുനിന്ന് ശ്രമം വേണം. എന്തായാലും അടക്കട്ടെ. അങ്ങനെ എന്താണ് കറാമത്തിന്റെ പൊരുള് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇതിലിപ്പോ എന്തൊരു കറാമത്തൊന്നുമില്ലല്ലോ. പക്ഷെ ആ കറാമത്തിൽ ഭയങ്കര വലിപ്പമുള്ള കറാമത്താ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിനെ മുമ്പ് കത്തിയോണ്ട് കുത്തിനാലോ, ലീഗുകാര് കുത്തിന്നാ ഇവര് പറയാറുള്ളത്. അള്ളാഹു ആയാലും നമുക്കറിയില്ല, നമുക്കത് അറിയില്ല, എന്താ ചെയ്യാ. ലീഗുകാർ കുത്തിന്നാ പറയണത്. ലീഗുകാർ കുത്തിന്ന് ഒരു പറയുന്നുണ്ടെങ്കിൽ പിന്നെ ലീഗുകാരെ ഓല് ജയിപ്പിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അല്ലെ, അതൊക്കെ ഒരു കൂട്ടിവായനകളാണ്. ലീഗുകാർ കുത്തിന്ന് പറയും ചെയ്യുക, ലീഗുകാരെ ഓലെന്നെ ജയിപ്പിച്ച് അധികാരത്തിൽ ഏറ്റും ചെയ്യുക. ഇതൊക്കെ കൂടെ നടക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് കളവാണ്ടേ? ഒന്നുമില്ലെങ്കിൽ ഇസ്മായിൽ മുസ്ലിയാർ, നെല്ലിക്കുത്ത് ഇസ്മായിൽ ഒരു കുത്തിയത് ലീഗുകാരല്ല എന്ന് പറയണം. അതല്ലെങ്കിൽ ലീഗുകാരെ ജയിപ്പിച്ചത് ഞങ്ങളല്ല എന്ന് പറയണം. രണ്ടാലൊന്ന് എന്തായാലും തിരുത്തേണ്ടി വരും. ഇത് രണ്ടും ശരിയാണെന്ന് വെച്ചാൽ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരായി സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്നും പറയണം. കാരണം അയാളെ കൊല്ലാൻ പോയ പോലെ ജയിപ്പിച്ചു വിടുക എന്ന് പറഞ്ഞാൽ അയാളോട് ഇയാൾക്ക് എന്താ അത്ര ദേഷ്യം? പറഞ്ഞാൽ മുഴുവൻ പേര് പെടുകയാണല്ലോ, വല്ലാത്തൊരു കഷ്ടമാണ്. അപ്പൊ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ മുമ്പ് കുത്തിപ്പരിക്കേൽപ്പിച്ചതിൽ പ്രധാനി ഈ ചെറുപ്പക്കാരനായിരുന്നു. അവിടെയാണ് കറാമത്തിന്റെ വഴിതിരിവ്.
സുബ്ഹാനല്ലാഹ്, അപ്പോഴേക്ക് പ്രസംഗിക്കുന്ന സഖാഫിയുടെ കണ്ഠമിടറി. ലേഖനം എഴുതുന്നവന്റെ കണ്ണുനീരുറ്റിയിട്ട് അവന്റെ ലേഖനത്തിൽ മഷി പരന്നു. ഉസ്താദിന്റെ കാരുണ്യത്തിന്റെ വലിപ്പമാലോചിച്ച് വായനക്കാരായ SSFന്റെ പ്രവർത്തകർ മുഴുവനും തലപ്പാവഴിച്ച് കണ്ണുനീര് തുടച്ചു. ഭയങ്കര കറാമത്തല്ലേ? അങ്ങനെ ഈ ലേഖനത്തിന്റെ വായിച്ച ആ ചൂടും സങ്കടവും ആറിയിട്ടില്ല. ഇതിനിടയിൽ ചില കളികൾ നടന്നിരുന്നു. ഇങ്ങനെ തങ്ങളുടെ മകനെക്കുറിച്ച് ഇല്ലാക്കഥ പ്രചരിപ്പിച്ചപ്പോൾ ഇവന്റെ കൂട്ടുകുടുംബങ്ങൾ ഉണ്ടാവുമല്ലോ, മരിച്ചാളെ, അവരും ഇടപെട്ടു. ഞങ്ങളെ മകനെക്കുറിച്ച് ഈ ആരും നുണ പറഞ്ഞ് എഴുതിയതിന് അത്തിന്റെ എഴുതി, അത് ഞങ്ങൾ അതിനെ നിയമം സ്വീകരിക്കണമെന്ന ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടായി. സുബ്ഹാനല്ലാഹ്, തത്രപ്പെട്ട് അടുത്ത വാരികയിൽ തലേ ആഴ്ച ഈ കറാമത്തിന്റെ കഥ കേട്ട് തുടച്ച ഓയലും കൊണ്ട് ഉണങ്ങിയിട്ടില്ല, കണ്ണീര് തുടച്ചിട്ടേ. അപ്പോഴേ ഇതേ കറാമത്ത് തിരുത്തി എന്ന് പറഞ്ഞ വാർത്ത വരുന്നു. കരഞ്ഞവന്റെ കണ്ണുനീര് മുഴുവൻ വെറുതെ. ഹേയ്, സങ്കടപ്പെട്ടവന്റെ സങ്കടം മുഴുവൻ വെറുതെ. കണ്ടമിടറി പ്രസംഗിച്ചവന് വെറുതെ ഒരു കരച്ചിൽ കിട്ടി. ആറ്റുകുറുക്കി വന്നപ്പോ ഒരു കറാമത്ത്, നീളം നിന്ന കറാമത്ത് അതായിരുന്നു, അതിനൊരാഴ്ച ഉണ്ടായത്. ഇപ്പൊ പുറപ്പെടുന്ന കറാമത്തിനൊക്കെ മണിക്കൂറുകളാണ്. 20 മണിക്കൂർ ഇങ്ങനെ എന്തായാലും തീരുമാനമാവും. ഒരു കുറ്റവാളിയെ പിടിച്ചാൽ 24 മണിക്കൂറിന്റെ ഉള്ളിൽ ആ കുറ്റവാളിയെ കോടതിയിൽ വരണപ്പോതിനുള്ളതും കോടതിയിൽ ഹാജരാക്കണം അല്ലേ? എന്നാൽ ഇവിടെ ഒരു കറാമത്ത് പൊട്ടിപ്പുറപ്പെട്ടാൽ ആ കറാമത്ത് 24 മണിക്കൂറിന്റെ ഉള്ളിൽ KICR അറിയിക്കണം. എന്നാ ആ കറാമത്തിന്റെ നിജസ്ഥിതി പുറത്തു വരും. KICR എത്തലോടുകൂടെ കറാമത്ത് കാണാൻ ഒലിച്ചാൻ പോണ്. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ, എന്തിനാ വേണ്ടാത്ത പണിക്ക് പോണം. കറാമത്ത് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുന്ന ഒരു സാധനമല്ല, അത് ഉണ്ടായിത്തീരുന്ന ഒരു സാധന. അല്ലാഹു തആല കൊടുക്കുന്ന ആദരവ്, ആ ആദരവിന്റെ പരിണിത ഫലമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ കറാമത്ത് എന്നൊക്കെ പറയുന്നത്. അത് അള്ളാന്റെ ദീന് വളരാൻ വേണ്ടിയിട്ടാ, സംഘടന വളർത്താനല്ല, പിരിവ് കൊഴുപ്പൂട്ടാനുമല്ല, അണികളെ പിടിച്ചു നിർത്താനുള്ളതല്ല, മുടി വിവാദങ്ങളോ മറ്റെന്തെങ്കിലും വിവാദങ്ങളോ മറച്ചു വെക്കാനല്ല. പിന്നെ കറാമത്ത് എന്ന് പറഞ്ഞത് ദീന് വളർത്താൻ വേണ്ടിയിട്ടാ. മുഅ്ജിസത്തും കറാമത്തൊക്കെ അതിനുള്ളതാ, അതുണ്ടായിത്തീരുന്നതാണ്. മെനക്കെട്ട് ആ കൂടിയ ആലോചനാ സമിതി യോഗം ചേർന്ന് ഉണ്ടാക്കേണ്ടതല്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ അത് പൊളിയും ചെയ്യും. മനസ്സിലായോ? അപ്പോ നമ്മുടെ മഹാന്മാരായ മഹത്തുക്കളായ ഉസ്താദുമാർ, ആലിമീങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരു മനുഷ്യനെ അള്ളാഹു ആദരിച്ചാൽ, അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ, മലക്കുകളോട് അള്ളാഹു തആല പറയും, ഇന്നാലിന്ന മനുഷ്യൻ, ഇന്നാലിന്നവന്റെ മകൻ, ഇന്നാലിന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഞാൻ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മലക്കുകളെ, നിങ്ങളും അയാളെ സ്നേഹിക്കുക, നിങ്ങളും അയാളെ സ്നേഹിക്കുക. മലക്കുകൾ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു. അവർ ആ ആളെ സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആളുകളോട്, മനുഷ്യരോട് അവർ വന്ന് പറയുന്നു, മനുഷ്യരെ, ഇന്നാലിന്ന ആളെ അള്ളാഹുവും മലക്കും അത് ഇഷ്ടപ്പെടാം. ഇത് മലക്കുകൾ നമ്മളുടെ മുന്നിൽ അനൗൺസ് വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ നടത്തുന്ന ഒരു തരം പ്രവർത്തനമാണിത്. ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ അവനെ നന്മയിലേക്ക് നന്മ ഉപദേശിക്കുന്ന ഒരു മലക്ക് അവന്റെ കൂടെയുണ്ട്. ഏതൊരു തിന്മയിലേക്ക് അവൻ കാല് കുത്തുമ്പോഴും അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ നന്മയുടെ വിളിയാളം ഉണ്ടാകുന്നു. എന്തിനാണ് അത് കക്കാൻ പോണത്? എന്തിനാണോ അത് മോഷ്ടിക്കാൻ പോണത്? അയ്യോ, ആവശ്യമല്ലല്ലോ, വേണ്ടാത്ത പണിയല്ലേ എന്ന ഒരു ഉൾവിളി അവന്റെ ഉള്ളിൽ നിന്നുണ്ടാവുന്നു. അത് ഇപ്പറയപ്പെട്ട ഉപദേശമാവാം. ചില ആളുകൾ അംഗീകരിക്കുന്നു, ചില ആളുകൾ അത് ചെവിക്കൊള്ളുന്നില്ല. ഈ രീതിയിൽ അള്ളാഹുവും അവന്റെ മലക്കുകളും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ ജനങ്ങളും ഇഷ്ടപ്പെടുന്നു. അത് കറാമത്തിന്റെ വലിപ്പം പറഞ്ഞിട്ട് വേണ്ട, ആളുകൾ അയാൾ ഇഷ്ടപ്പെട്ടു പോവാണ്. അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ആളുകൾ അംഗീകരിച്ചു പോകും.
അങ്ങനെയുള്ള ആളുകൾ ലോകത്തോട് വിട പറഞ്ഞാൽ പ്രപഞ്ചം പോലും അതിൽ ദുഃഖിച്ച് വല്ലാത്ത അവസ്ഥയിലാവും. ഭൂമിയുടെ പ്രകൃതിയിൽ തന്നെ മാറ്റം വരും. ലോകത്തിൽ തന്നെ ആ ഒരു ശൂന്യതയുടെ, ആ ഒരു വിടവിന്റെ, ആ ഒരു ഇരുട്ടിന്റെ ആ ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലനം പ്രകൃതിയിൽ തന്നെ കാണാൻ സാധിക്കും. ആകാശവും ഭൂമിയും ആ മനുഷ്യന്റെ വിയോഗത്തിൽ ദുഃഖിക്കും, കരയും. മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങൾ, ഉസ്താദുമാർ, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, സുബ്ഹാനല്ലാഹ്, ആ കാലഘട്ടത്തിൽ ജീവിച്ച മങ്കട മൗലവിയാണ് എന്നാണ് എന്റെ ഓർമ്മ. അയാൾ സുന്നിയല്ല, അയാൾ വഹാബിയാണ്. അയാൾ പുതിയ പ്രസ്ഥാനക്കാരനാണ്. അയാൾ എഴുതി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട ശേഷം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയിൽ പങ്കെടുത്ത അത്ര ആളുകളെ ഞാൻ പിന്നീട് കണ്ടത് കണ്ണിയത്തിന്റെ ജനാസ നമസ്കാരത്തിനാണ് എന്ന്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നമസ്കാരം എഴുതപ്പെട്ട സ്വർണലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അതുപോലത്തെ ഒരു ജനാസ നമസ്കാരം ഞാൻ കണ്ടത് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ ജനാസ നമസ്കാരത്തിനാണ് എന്ന്. ആളുകൾ ഒഴുകി, കരഞ്ഞു, വല്ലാതെ പരവശരായി. പണ്ഡിത ലോകം ഞെട്ടിത്തരിച്ചുപോയി. ആലിമീങ്ങൾ മുഴുവനും ദുഃഖിച്ചു. കാരണം കേരളത്തിൽ ഇന്ന് തലപ്പാവും താടിയും വെച്ച ഏതൊരു പണ്ഡിതനുണ്ടോ അവരുടെയൊക്കെ ഉസ്താദുമാരുടെ പരമ്പര ഈ മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരിലൂടെ അല്ലാതെ കടന്നു പോകുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ മഹാന്മാരാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പോലും, പക്ഷെ അവരുടെ ആ വഴിയൊക്കെ അവർ തന്നെ മുറിച്ചിട്ടിട്ടാണ് അവർ പോയത്. അത് വേറെ വിഷയം. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. നന്മ ചെയ്തവർക്കൊക്കെ അവരുടെ നന്മ അവിടെ കാണാം, ഒരു തരിമ്പ് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ. തിന്മ ചെയ്തവർക്ക് ാണെങ്കിലും അല്ലാഹു തആല നമുക്കൊക്കെ നന്മ മുൻതൂക്കമാക്കട്ടെ. അപ്പോ സുഹൃത്തുക്കളെ, മഹാനായ കണ്ണിയത്ത് ഉസ്താദിന് എല്ലാവർക്കും ഗുരുനാഥനാണ്. എല്ലാവർക്കും ഗുരുനാഥനാണ്. ഉസ്താദുൽ അസാത്തീദാണ്. എല്ലാവരും അറിയാവുന്ന ഒരു ചരിത്രമാണല്ലോ. നമ്മുടെ പ്രഭാഷണ ആവേശത്തോടുകൂടെ അല്ലെങ്കിൽ വളരെ ആത്മീയ സുഖത്തോടുകൂടെ കേൾക്കാറുള്ള കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തിലെ ഒരു സംഗതിയാണ് മഹാനവറുകളുടെ പ്രാർത്ഥന. ഉസ്താദിന്റെ ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനങ്ങളിലേക്ക് ആളുകൾ ഒഴുകാറുണ്ടായിരുന്നു. എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പറയുകയുണ്ടായി. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിന്റെ സമ്മേളനം നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഏകദേശം ഫ്രണ്ടിലാണ്. സമ്മേളന നഗരിയുടെ ഏകദേശം മുൻഭാഗത്തെത്തിയിട്ടുണ്ട്. ആ സമയത്ത് കാലുകൾ തളർന്ന ഒരു മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങി വളരെ ബുദ്ധിമുട്ടി ആ സമ്മേളന നഗരിയിൽ ആ ജനത്തിരക്കുകൾക്കിടയിലൂടെ ഇയാളുടെ തൊട്ടടുത്ത് വന്നിരുന്നു. സ്വാഭാവികമായും ഇയാൾ ചോദിച്ചു, നിങ്ങൾ ഈ കാലിന് വയ്യാതെ എന്തിനത്ര അടങ്ങാറങ്ങാണ്ട്? നിങ്ങൾക്ക് ആ റോഡിന്റെ അവിടെ എവിടെയെങ്കിലും നിന്നാ പോരുന്ന പോകാനും തിരിച്ചു പോകുമ്പോ പോകാനും എളുപ്പമാവൂലേ? എന്തിനാ ഇത്ര അടങ്ങാറായിട്ട് ഇങ്ങോട്ട് മുന്നേക്ക് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൾ ചോദിച്ചു, കണ്ണിയത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഇല്ലാതെ പറഞ്ഞു. ഞാൻ അതിന് വന്നതാണ്. ഉസ്താദിന്റെ പ്രാർത്ഥന കഴിഞ്ഞതിന് മുമ്പ് ഇവിടെ എത്തണമെന്ന് കരുതി വന്നതാണ്. മൂപ്പരെ ഒരു നോക്ക് കാണണമെന്ന് കരുതി വന്നതാണ്.
എന്ന് പറഞ്ഞു. എന്റെ ഒരു സുഹൃത്ത് ഇത് നേരിട്ട് അനുഭവിച്ച് പറയാൻ, അതായത് കേരളത്തിലുള്ള ആളുകൾ ആ മനുഷ്യനെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ഉസ്താദിന്റെ ദുആക്കൊന്ന് ആമീൻ പറയാൻ, ഉസ്താദിന്റെ പ്രാർത്ഥനകൾക്കൊന്ന് ആമീൻ പറയാനുള്ളൊരു അവസരം ആ വലിയ ജനാവലിയുടെ ഉള്ളിൽ, ജനാവലിയുടെ കൂട്ടത്തിൽ ഒരു ബിന്ദുവായി, ഒരു താളമായി ആമീൻ പറയുന്നവരിൽ ഞാനും പങ്കാളിയാവണം. ആ ആമീൻ പറയുന്നത് കണ്ണിയത്തിന്റെ പ്രാർത്ഥനക്കാണ്. അതാണ് അവിടെയുള്ള പ്രത്യേകത. അതാണ് മഹാന്മാർ, അതാണ് മഹാന്മാർ. അധിക കേന്ദ്രത്തിലേക്ക് കണ്ണുന്നില്ല, രാഷ്ട്രീയങ്ങളെയും അങ്ങോട്ട് സന്ദർശിച്ചില്ല. അവർക്കെതിരിൽ രാഷ്ട്രീയ ആരോപണം നടത്തിയ പല ആളുകളുണ്ട്. അവരൊക്കെ രാഷ്ട്രീയക്കാരുടെ പിന്നിലാണ് എന്ന് ആരോപണം ഉന്നയിക്കുകയും അതിന്റെ പേരിൽ അവരെ ക്രൂശിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളുകളുണ്ട്. പക്ഷേ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ രാഷ്ട്രീയക്കാരന്റെ തിണ്ണ നിറങ്ങുകയാണ് ഇപ്പോഴും. ഒരു രാഷ്ട്രീയക്കാരനെയും അങ്ങോട്ട് പോയി കാണേണ്ട ഗതികേടുണ്ടായിട്ടില്ല. ഒരു ഭൗതിക നേതാവിനെയും ഭരണാധികാരിയെയും അവിടെ പോയി സന്ദർശിച്ച് ഇടങ്ങേറാകേണ്ട ഹലാക്കുണ്ടായിട്ടില്ല. എന്നാൽ അന്ന് ആരോപണം പറഞ്ഞ ആളുകളോ, ഏതെങ്കിലും ഒരു മന്ത്രി, ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഒരു MP, എന്തിന് ഏതെങ്കിലും ഒരു വാർഡ് മെമ്പർ, പാവം, എങ്ങനെങ്കിലും അയാളെ വീട്ടിൽ കൊന്ന് കയറിച്ചെല്ലാനൊരു ചാൻസ് കിട്ടിയാൽ, അയാളൊന്ന് തൊട്ട് തലോടി മുത്തു മാറ്റാനുള്ള അവസരം കിട്ടിയാൽ കളയില്ല. സമ്മേളന വേദികളിലൊക്കെ അവരെ പൂജിക്കലാണ്. ഈ ആളുകളാണ് എന്നിട്ട് മഹാന്മാരായ കണ്ണിയത്ത് ഉസ്താദിനെക്കെതിരെ ലീഗിന്റെ ആലയിലേക്ക് സമസ്തയെ കൊണ്ടുപോയവർ എന്നാരോപിച്ചവർ. സുബ്ഹാനല്ലാഹ്, നഊദുബില്ലാ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആരോപണം ഉന്നയിച്ചവർക്ക് എവിടെ അതൊക്കെ അഡ്രസ് ഇല്ലാതെ പോയത് വേറെ വിഷയം. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരു ഭരണകർത്താവിനെയും ഒരു അധികാരിയെയും അവിടെ പോയി കാണുകയും അയാൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാനൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അധികാര കേന്ദ്രങ്ങൾ അദ്ദേഹത്തിലേക്ക് ഒഴുകി, അധികാരികൾ അദ്ദേഹത്തെ വന്ന് കണ്ടു, ദുആ ചെയ്യിപ്പിച്ചു. സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നു, ദുആ ചെയ്യാൻ പറയുന്നു, ദുആ ചെയ്യിപ്പിക്കുന്നു. ഇന്ന് ചില ഉസ്താദുമാരുടെ, അതാണെങ്കിൽ സുൽത്താനുൽ ഉലമ ഇലക്ഷൻ വരുന്നു, MP ആകണ്ടേ, മന്ത്രിയാകണ്ടേ? അതേ ഉസ്താദെ മന്ത്രിയാകണം. നിങ്ങൾ മന്ത്രി ആയിക്കോളി, നമ്മൾ അതിനുള്ള കളികളൊക്കെ പിന്നെ സോണിയാജിനോട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങളെ മന്ത്രിയാക്കാൻ ഞാൻ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മളെ സപ്പോർട്ട് ഉണ്ടാവും. ആയിക്കോട്ടെ, മുപ്പള്ളി വെച്ചാൽ ഫോണ് വെച്ച് അതാ വിളിക്കണ് കടുത്ത എതിരാളിക്ക്. അല്ല ഫുലാനവന് ഫുലാനല്ലേ? അതേ ഉസ്താദെ, നിങ്ങൾക്ക് മന്ത്രിയാകണ്ടേ? മന്ത്രിയാകണം. പിന്നെ ഇന്നാലിന്നോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മന്ത്രി ആയിക്കോളും. ആയിക്കോട്ടെ ഉസ്താദെ. അങ്ങനെ ഏതെങ്കിലും ഒരാൾ എന്തായാലും മന്ത്രിയാകുമല്ലോ, ഒരാൾ എന്തായാലും മന്ത്രിയാകുമല്ലോ. സോണിയോട് ഒരു മൂന്നാൾക്കാർക്ക് ഞാൻ സോണിയാജിനോട് പറഞ്ഞിട്ടുണ്ട്, ഇവരിൽ ആരെങ്കിലും ഒരാൾ മന്ത്രിയാവും. അപ്പൊ ഈ പാവം എന്ത് വിചാരിക്കും? ഖമറുൽ ഉലമ ആവശ്യത്തിനനുസരിച്ച് തിളങ്ങിയതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് മന്ത്രിപദം കിട്ടിയെന്ന് ഇയാൾ വിചാരിക്കും. അങ്ങനെയാണ് ഈ പാവം കരുതിയത്. പക്ഷെ മന്ത്രിമാരേതാ മുതൽ ഇയാളെക്കാണ് വലിയ വളവ് പിടിച്ചവരല്ലേ ഓല് അടുത്ത യോഗത്തിൽ തന്നെ തമ്മിൽ ഇത് പറഞ്ഞ് കുറെ ചിരിച്ചിട്ടുണ്ടാവും. ഇത് ഇക്കാക്കറിയണ്ടേ, ഇയാൾ സ്വന്തം കുതിരയാകണത് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? ഞാനൊരു ഹെംക്കാണ് കാകണത് എനിക്ക് മനസ്സിലാണില്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തമാശ പോലല്ല, ഞാനൊരു ഹെംക്കാണ്, ആൾക്കാർക്ക് കൂടെ എന്നെ ഹെംക്കാക്കുക, ഞാനൊരു ഹെംക്ക ആകുകയാണ്. ഇതെനിക്ക് മനസ്സിലാവില്ല, ഞാൻ ഹെംക്കാകുകയാണെന്ന് എനിക്ക് മനസ്സിലാണില്ല. പിന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അന്തുണ്ടെങ്കിൽ മുടി കുറഞ്ഞിട്ട് പിന്നെ അവിടെ പൊടി വരുമോ? പിന്നെ തരുമോ?
അല്ല, നിങ്ങൾ ശരാശരി നോർമൽ അവസ്ഥയിലാണെങ്കിൽ ഈ മറ്റേ ഇയാളുണ്ടല്ലോ ഈ സക്കാഫി, സക്കാഫി എന്താ ചങ്ങാതിന്റെ പേര്, നമ്മളെ അടി കിട്ടിയ സക്കാഫി, നമ്മളെ അടി കിട്ടിയ സക്കാഫിന്റെ പേരെന്താ, മഞ്ചേരിക്കാർ താഹിർ സക്കാഫി. താഹിർ സക്കാഫി താഴത്തെങ്കിലും ഈ താഴത്തിനോടൻ പറയാൻ ഒരു മനുഷ്യനോട് ഉൾപ്പുണ്ടാവൂലേ? അതും ഉണ്ടായില്ല. താടിമത്തെ മുടിയുണ്ട് നമ്മൾ. എന്നാ നിർത്തിയല്ല. അവസാനം നോക്കാൻ നിങ്ങൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തപ്പോൾ ധരിച്ച കുപ്പായം കിട്ടിയെന്ന് അപ്പൊ പറയണത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തപ്പോൾ ധരിച്ച കുപ്പായം കിട്ടി. ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഹംക്കാവുകയാണെന്ന് എനിക്ക് മനസ്സിലാകണില്ല. അതാണ് സംഗതി, അല്ലാതൊന്നുമല്ല. അതിന് ചികിത്സയൊന്നുമില്ല. ഈ രൂപത്തിൽ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ നേതാക്കളെയും മാറി മാറി വിളിച്ച് അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ പാദസേവ ചെയ്ത് അവരെ ആളാകാൻ ശ്രമിച്ച് നടക്കുന്ന കുറെ ആൾക്കാർ. ഇവരാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമനെയും കുറിച്ച് രാഷ്ട്രീയക്കാരന്റെ ആലയിൽ സമസ്തയെ കൊണ്ടുപോയി കൂട്ടി എന്ന് പറഞ്ഞത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് സക്കറാത്തിന്റെ അവസാന ശ്വാസം വലിക്കുന്നത് വരെയും ഒരു രാഷ്ട്രീയക്കാരനെയും പോയി തന്റെ ആവശ്യം ഉന്നയിക്കുകയോ കെഞ്ചുകയോ ചെയ്തിട്ടില്ല. കാണിച്ചു തരാൻ കഴിയില്ല. അതാണ് ഞങ്ങളുടെ ആലിമീങ്ങൾ. ഞങ്ങളുടെ ആലിമീങ്ങളുടെ ടൂറിന്റെ കഥ ഞാൻ പറയാം. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അമേരിക്കയിൽ പോയിട്ടുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് ലണ്ടനിൽ പോയിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ് കൊല്ലമായി പോകാറുണ്ട്. സുബ്ഹാനല്ലാഹ് കണ്ണിയത്ത് ഉസ്താദ് ഗുജറാത്ത് നമ്മളല്ല. കാരണം എന്താ? കണ്ണിയത്ത് ഉസ്താദ് അമേരിക്കയ്ക്ക് പോകേണ്ട കാര്യം കണ്ണിയത്ത് ഉസ്താദിനില്ല. അമേരിക്കയിൽ പോകേണ്ട കാര്യം കണ്ണിയത്ത് ഉസ്താദിനില്ല. സായിപ്പന്മാർക്ക് എന്തായാലും ദഅവത്ത് നടത്താൻ കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ട് കഴിയില്ല. പോയ ചില മൊല്ലമാരുണ്ട്, ഓർക്കും കഴിയില്ല. കാരണം സായിപ്പിനോട് വർത്താനം പറയണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. മലയാളം തന്നെ 10 വട്ടം കുറയ്ക്കണമെങ്കിൽ താളെ ഇവിടുന്ന ഇംഗ്ലീഷ് പറയല്. അതൊക്കെ പറയേണ്ടി വന്നവ പറയാണ്. മനസ്സിലായില്ല. മലയാളം പറയണമെങ്കിൽ തന്നെ 10 വേർഡ് പറയണമെങ്കിൽ 6 കൊര കുരക്കണം, 6 വട്ടം കുരക്കണം. 10 വേർഡ് എന്നാലേ കൈ കിട്ടുള്ളൂ. അങ്ങനത്തെ സാമാരി കിട്ടേണ്ട ദൈവത്ത് നടത്താനല്ല എന്നുള്ളതിന് ഉറപ്പാണല്ലോ. പിന്നെ എന്തിനാണ് പോയത് എന്ന് ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ അതൊക്കെ കൂടുതൽ വെളിച്ചത്ത് വരും. ചില സൂചനകളൊക്കെ ഇപ്പൊ തന്നെ ചില ആൾക്കാർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ പുറത്തു വരും. ദീനിനെ പണയപ്പെടുത്താനൊന്നും ആരും അല്ലാഹു തആല സമ്മതിക്കൂല. ഇതിലേറെ വലിയ ചാരന്മാരും ഇതിലേറെ വലിയ കൊലക്കൊമ്പന്മാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓൽക്കൊന്നും ഈ ദീനിനെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെണ്ടോ ബര്? ഇല്ലല്ലോ. അപ്പോ കണ്ണിയത്ത് ഉസ്താദിന് അമേരിക്കയിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ണിയത്ത് ഉസ്താദ് ഗുജറാത്ത് പോയി എന്ന് നമുക്ക് പറയാനില്ല. ഉസ്താദ് ഗുജറാത്തേക്ക് പോകേണ്ട കാര്യം ഉസ്താദിനില്ല. ഉസ്താദിന് ആകെയുള്ള പണി, കാര്യമായ പണി ഇൽമു സപ്ലൈ ചെയ്യലാണ്. വേറെ ഒരു പണിയില്ല. ഇൽമു ചെയ്യും. അതിന് ആൾക്കാർ മുഴുവൻ ഉസ്താദിനടുത്ത് വരും. ഗുജറാത്തേക്ക് ഉസ്താദിന് പോകേണ്ട കാര്യമില്ല. കാരണം മോഡി ഡീലിംഗ് ഉണ്ടാക്കേണ്ട പണിയൊന്നുമില്ല. മോഡിയായിട്ട് മോഡിയായിട്ട് ഡീലിംഗ് ഉണ്ടാക്കേണ്ട ആളും കരാറുണ്ടാക്കേണ്ട ആൾക്കാരും ഒപ്പിടേണ്ട ആൾക്കാരും കൂടിയാലോചന നടത്തേണ്ട ആൾക്കാരും ഗുജറാത്ത് പോണതിന് പോലെ കുറ്റപ്പെടാൻ പറ്റൂല. മോഡിനൊക്കെയാണെങ്കിൽ ഗുജറാത്തേക്ക് പോലെ നിർബന്ധമാണ്. പിന്നെ ഒന്നും അറിയാത്ത നമ്മളെ കുറെ SSFന്റെ പ്രവർത്തകർ ഉസ്താദ് ഗുജറാത്തിൽ ദീൻ ഉണ്ടാക്കാൻ പോയി സിന്ദാബാദ് അല്ലാഹു അക്ബർ എന്ന് പറയും. എന്ത് ദീന്? മോഡിനെ പോയി കണ്ടിട്ട് അവിടെ എങ്ങനെ കൂട്ടരെ ദീൻ ഉണ്ടാക്കല്? മനസ്സിലായോ? ഇതൊക്കെയാണ് കോലം. പിന്നെ അബുദാബിക്ക് കൊല്ലത്തിൽ 4 വട്ടം ഫ്ലൈറ്റ് കയറുന്നുണ്ടെന്നാ. ഖസ്റജിന്റെ പേര് അബുദാബിയിലാ. അബുദാബിക്കാർ പോയിട്ടില്ലെങ്കിൽ എങ്ങനെ? അബുദാബിക്ക് എങ്ങനെ പോവാതെക്കോ? അബുദാബിക്കാൾ പോവാതെക്കോ? അയാളെ ഉറ്റ സുഹൃത്ത് നമ്മളെ ഖസ്റജിന്റെ വീട് പെടല്ലേ അബുദാബിയില്.
അതിലിപ്പോ അത്ര വലിയ മാറ്റമൊന്നുമില്ല. ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറെ കാണാൻ പോകണം. എനിക്ക് ചില ആളുകളെ പേര് പറയാനൊക്കെ തോന്നണത് ഇന്നാളെ കാണാൻ പോകുന്നത് പോലെയാണ് എന്ന് പറയാനാണ് എനിക്ക് തോന്നണത്. പിന്നെപ്പോ ഇനി വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് പറയാതിരിക്കാണ്. ഇന്നാളെ കാണാൻ പോണ പോലെയാണെന്ന് പറയാനാണ് എനിക്ക് എന്റെ മനസ്സിലെ ആഗ്രഹം. ആഗ്രഹങ്ങളൊക്കെ പറയാൻ പറ്റൂലല്ലോ. ബാക്കി പോണെന്ന് അവിടെ നിങ്ങൾക്ക് ആരെ വേണ്ട വെച്ചാൽ ആ വിട്ട ഭാഗം നിങ്ങൾക്ക് പൂരിപ്പിക്കാം. ആരും ചേർത്ത് കൊടുക്കുക. ആരെ ചേർത്താലും ഏറൂല. കാരണം എന്താ? സുൽത്താനുൽ ഉലമേനെയാണ് നമ്മൾ പറയണത്. ഹലോ, അസ്സലാമു അലൈക്കും. ഒറ്റ ചോദ്യമുണ്ട്. ഈ ദർശന ചാനൽ ഇപ്പോ സമസ്തക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ദർശന ചാനലായിട്ട്? അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്കി പിന്നെ ചോദിക്കാം.